മൈ ഫ്രണ്ട് ദി എലിഫന്റ് ഇടിവിയിൽ ഫ്ലാഷ് ന്യൂസ് കാണിക്കുന്നത് കണ്ടപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്കമാലിയിൽ ട്രക്ക് ഇടിച്ചു ആന ചരിഞ്ഞു. 3 പേർ ഗുരുതരാവസ്ഥയിൽ. അതിരാവിലെ മുതൽ കാണിച്ചു തുടങ്ങുകയായിരുന്നു ന്യൂസ്. ന്യൂസ് കണ്ടത് മുതൽ ശിവൻ അസ്വസ്ഥനാണു. അവന്റെ ആവലാതി ആനയുടെ പേര് അറിയാത്തതാണ്. ഞായറാഴ്ച ഡ്യൂട്ടി ഇല്ലാത്തതിനാൽ ഓഫീസിൽ പോകേണ്ടിയിരുന്നില്ല. അവന്റെ പ്രാർത്ഥന വിഫലമായി. ഒറ്റയിൽ ശിവൻ പേരെഴുതി കാണിക്കുന്നു. അവന് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അച്ഛനും അമ്മയും കരയുക തന്നെയായിരുന്നു. അവൻ ഇന്നും ഓർക്കുന്നു. ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസം അച്ഛൻ അവന്റെ കൈയും പിടിച്ചു അടുത്ത പറമ്പിൽ കെട്ടിയിരുന്ന ആനയുടെ അടുത്ത് കൊണ്ടുപോയി. ആനയെ കണ്ടു അവൻ കരയുവാൻ തുടങ്ങി. ഇത്ര വലിയ മൃഗത്തെ ആദ്യമായാണ് അടുത്തു ചെന്നു കാണുന്നത്. അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞിട്ട് തിരിച്ചു പോകാൻ വാശി പിടിച്ചു. ആന പാപ്പാൻ വന്നു ധൈര്യം തന്നു. പേടിക്കണ്ട മോനെ എന്നു പറഞ്ഞു. കണ്ണും അടച്ചു കിടക്കാൻ പറഞ്ഞിട്ട് അവനെയും എടുത്തുകൊണ്ട് ആനയുടെ അടിയിലൂടെ പോയി. ആനയെ അവന്റെ കൈ പിടിച്ചു ആനയെ തൊട്ടപ്പോൾ ആണ് അവൻ കണ്ണു തുറന്നത്. അസാമാന്യ വലിപ്പമുള്ള മൃഗത്തെ തൊട്ടപ്പോൾ ഉണ്ടായ ചേതോവികാരം പിന്നെ അഭിനിവേശമായി മാറി. എന്നും ആനയുടെ അടുത്ത് പോയി നിന്നു അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് പതിവായി. സ്കൂളിൽ നിന്നു വന്നാൽ എല്ലാ കുട്ടികളും കളിക്കാൻ തുടങ്ങുമ്പോൾ ശിവൻ അടുത്ത പറമ്പിലേക്ക് ഓടും. വലിയ ചെവികളും തുമ്പിക്കൈയും കൊമ്പുകളും വലിയ കണ്ണുകളും അവൻ നോക്കി നിന്നു ആസ്വദിക്കും. അവനും അതുപോലെ വളരണമെന്ന് പറഞ്ഞു അമ്മയോട് വാശി പിടിക്കും. പടം വരയ്ക്കാൻ കഴിഞ്ഞിരുന്ന അമ്മ പേപ്പറിൽ ആനയുടെ പടം വരച്ചിട്ട് ആനയുടെ മുകളിൽ അവനിരിക്കുന്നതായിട്ട് വരച്ചു കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങും. വലുതാകുന്തോറും അവന്റെ അഭിരുചിയും മാറി വന്നു. അവനു ആന പാപ്പനാകാനുള്ള മോഹം ഉദിച്ചു. ആനയെ കുളിപ്പിക്കുന്നതും എണ്ണ തേച്ചു കൊടുക്കുന്നതും മറ്റും അവൻ കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കും. അവനൊപ്പമുള്ള കുട്ടികൾ നാട്ടിലെ കളികളായ കാറയും ഗോലിയും ക്രിക്കറ്റും മറ്റും മായി കളിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി ആനക്ക് തെങ്ങിന്റെ പട്ട വെട്ടിക്കൊടുക്കാനും മറ്റുമാണ് ശിവൻ ചെയ്തിരുന്നത്. പാപ്പന്മാരെ അസാമാന്യ ശേഷിയുള്ള അമാനുഷ്യരായാണ് അവൻ കണ്ടിരുന്നത്. സ്കൂളിൽ തല്ല് കൂടുമ്പോൾ പോലീസും പട്ടാളം എന്നൊക്കെ കുട്ടികൾ പറഞ്ഞു പേടിപ്പിക്കുമ്പോൾ അവൻ ആനയെ കൊണ്ടുവന്നു കുത്തിക്കും എന്ന് പറഞ്ഞു അവരെ പേടിപ്പിക്കും. ഒരിക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആന ഇടഞ്ഞെതിരിഞ്ഞ ആളുകൾ പിന്തിരിഞ്ഞോടി. പക്ഷേ അവൻ ഓടിയില്ല. അടുത്ത കടയിൽ നിന്നു ഒരു കുലഴം വാങ്ങി കയ്യിൽ പിടിച്ചു. ആന ഓയിട്ടി അവന്റെ കയ്യിൽ നിന്നു കുല വാങ്ങി കഴിച്ചു. ശിവൻ അതോടെ നാട്ടുകാരുടെ ഇടയിലും പാപ്പന്മാരുടെ ഇടയിലും തരാമായി മാറി. വീട്ടിലിക്കാര്യം അറിഞ്ഞപ്പോൾ ഉണ്ടായ പുകിൽ ചില്ലറ എന്നുമല്ല. അച്ഛൻ മാത്രം ശകാരിച്ചില്ല. അച്ഛൻ പറഞ്ഞത് സൂക്ഷിക്കണം. മതം പൊട്ടിയ ആനകൾക്ക് കണ്ണും മൂക്കുമില്ല. അവർ ആരെയും തട്ടി വീഴ്ത്തും. കോളേജിൽ പഠിക്കുമ്പോൾ അച്ഛനോട് ഒരു ആനയെ വാങ്ങിക്കുവാൻ പറഞ്ഞു. കുറെ നാളുകൾ അച്ഛന്റെ പിന്നിൽ പോയി തന്നെ പറഞ്ഞു അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ ഈ ആനയെ തന്നെ അച്ഛന് വാങ്ങി. ശിവൻ ആന പാപ്പാനും മുതലാളിയുമായി ഉത്സവങ്ങളിൽ ആറാടി. അവന് ധാരാളം പ്രേമലേഖനങ്ങൾ വന്നു തുടങ്ങി. ആനക്കും ഉണ്ടായിരുന്നു പ്രേമലേഖനങ്ങൾ ഒരുപാട്. ആനപ്പുറത്തു കയറിയിരുന്നു കൊണ്ട് അവൻ പറയുന്നത് കേട്ടുകൊണ്ട് ആനയെ നടത്തിക്കുന്നത് അവനൊരു ഹരം തന്നെയായിരുന്നു. അവനാണ് ഈ ലോകത്തിന്റെ നെറുകയിൽ എന്ന് തോന്നിപ്പിച്ചിരുന്നു. ഇനി അവനില്ല എന്ന് അറിയുമ്പോൾ നെഞ്ചു പിടയുന്നു. ശിവൻ അത്രമാത്രം ആനയെ സ്നേഹിച്ചിരുന്നു. ആനക്കും അതുപോലെ തന്നെയുള്ള അടുപ്പമായിരുന്നു അവനോട്. ഒരിക്കൽ ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ വീട് വെച്ചു. വീട് പാർക്കലിനോടനുബന്ധിച്ചു അവർ ഒരു കാർ വാങ്ങി. അതിൽ അവർ ഭാര്യയെ പഠിപ്പിച്ചിരുന്നു. ഒരു ദിവസം ആനയുടെ മുൻപിലേക്ക് ഭാര്യ പഠിക്കുന്നതിനിടയിൽ കാർ കൊണ്ടുവന്നു. ബ്രേക്കിനു പകരം ആക്സിലേറ്റർ അമർത്തി. കാറിന്റെ വരവ് കണ്ട ആന കാലുകൊണ്ട് ചവിട്ടി പിടിച്ചു. എല്ലാം പെട്ടെന്നായതുകൊണ്ട് പാപ്പന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാറിലുണ്ടായിരുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും സാരമായ പരിക്ക് പറ്റി. അത് തർക്കമായി, കേസായി. അതോടെ അച്ഛൻ പറഞ്ഞു നമ്മൾക്ക് ആനയെ വിൽക്കാം. നിനക്ക് ജോലി കിട്ടിയാൽ പിന്നെ ആനയെ സംരക്ഷിക്കാൻ ആളില്ലാതെയാകും. നിനക്ക് ഇടയ്ക്ക് പോയി കാണാമല്ലോ. മനസ്സില്ല മനസ്സോടെ ആനയെ കൈമാറി. അവർ ആനയുടെ പേര് മാറ്റിയിരുന്നില്ല. നാട്ടിൽ പോകുമ്പോൾ പഴകുലിയുമായി പോകും. അവനെ അകലെ നിന്നു കാണുമ്പോൾ തന്നെ ചെവി ഉയർത്തിപ്പിടിച്ചു തല കുലുക്കി തുമ്പി കൈ ഉയർത്തി ഒരു നിൽപ്പുണ്ട്. ആ സ്നേഹവും ആവേശവും എങ്ങനെ മറക്കാനാണ്. പോകണം. അവസാന കർമ്മത്തിൽ പങ്കെടുക്കണം. അവന്റെ കണ്ണിൽ നിന്നു കണ്ണുനീർ തുള്ളികൾ ഷർട്ടിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അടുത്ത ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരിയിലേക്ക്. അവസാനമായി പ്രിയപ്പെട്ട സ്നേഹിതനെ കാണുവാൻ അവന്റെ ഹൃദയം വെമ്പിൾ കൊണ്ടു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്സ്. എസ് കെ വടാക്കൻ.